കുഞ്ചാക്കോ ബോബൻ ബാലതാരമായിട്ട് ഒരു സിനിമയിൽ പണ്ട് ഫാസിലിൽ തന്നെ ധന്യ എന്ന സിനിമയിൽ അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്താണ് അനിയത്തിപ്രാവ് എന്ന സിനിമ ഫാസിൽ പ്ലാൻ ചെയ്യുന്നതും അതിലേക്ക് കുടുംബ സുഹൃത്തായ കുഞ്ചാക്കോ ബോബനെ വിളിക്കുന്നതും. കുഞ്ചാക്കോന് അന്ന് സിനിമയിൽ അഭിനയിക്കുന്നതും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഒരുപാട് നടന്മാരെ ഫാസിൽ നോക്കി അവസാനമാണ് കുഞ്ചാക്കോ ബോബനെ തന്നെ അഭിനയിപ്പിക്കുന്നത്. ആ ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്തും കുഞ്ചാക്കോവിന് തുടർന്നും സിനിമ തന്നെ കരിയറാക്കി എടുക്കാമെന്നൊന്നും വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. കുഞ്ചാക്കോ ബോബൻ തന്നെ പല അഭിമുഖങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമ മാർച്ച് മാസം 1997 മാർച്ച് മാസം റിലീസായി. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്കില്ലായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു സിനിമ ഏത് ലെവലിൽ എത്തി, അല്ലെങ്കിൽ എത്തരത്തിൽ വിജയമായി മാറി എന്നുള്ളതൊക്കെ നമുക്ക് പലവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ കുഞ്ചാക്കോ ബോബൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറി. ശരിക്കൊരു ലിറ്റിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെയായിരുന്നു അന്ന് മാഗസീൻസും എല്ലാത്തിലെയും കവർ പേജൊക്കെ ഒന്ന് കുഞ്ചാക്കോ ബോബൻ തന്നെയായിരുന്നു. മമ്മൂട്ടിക്ക് മോഹൻലാലിനും ശേഷം അന്ന് മറ്റു നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഞ്ചാക്കോ ബോബൻ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ തന്നെയാണ് അന്ന് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. അതിനു മുമ്പോ അതിനു ശേഷമോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറയും ഇല്ല എന്ന് തന്നെ.